യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഈസ്റ്റർ ആണ്. അപ്പോൾ ഈസ്റ്റർ ഫുഡ് വ്ളോഗാണ് ഇന്നത്തെ വീഡിയോയിൽ സ്പെഷ്യാലിറ്റി. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡും ബീഫ് സ്റ്റൂ ആണ്. ഞാൻ മൾട്ടിഗ്രെയിൻ ബ്രെഡാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ബാക്കി എല്ലാവർക്കും സാധാ ബ്രെഡാണ്. അപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ബീഫ് സ്റ്റൂവും ബ്രെഡും ആണ്. ഞാൻ യൂസ് ചെയ്യുന്നത് മൾട്ടിഗ്രെയിൻ ബ്രെഡാണ്. കുറച്ച് ഡയറ്റിലൊക്കെ ആയതുകൊണ്ട് മൾട്ടിഗ്രെയിൻ. ബാക്കി എല്ലാവർക്കും സാധാ ബ്രെഡും ബീഫ് സ്റ്റൂ ആണ്. അവർക്ക് ബീഫ് ഞാനിവിടെ പൊളിച്ച് വെച്ച് കൊടുത്തേക്കുവാണ്. അപ്പം ഞാൻ ബ്രെഡ് സ്റ്റൂവിലിങ്ങനെ മുക്കി ടേസ്റ്റ് ചെയ്യാൻ പോകണം. സൂപ്പർ. ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ല, അടിപൊളിയാണ്. കുറേ ഫുഡിൻ്റെ ഒന്ന് കാണിച്ചു തന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഉച്ചക്കത്തെ എടുക്കാം. അപ്പോൾ ലഞ്ചെല്ലാം കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കുളിച്ചു റെഡിയായി എന്ന് വെച്ചാൽ ഒന്ന് ഫ്രഷായി, കുളിച്ചിട്ട് ഫ്രഷായിട്ട് ഇനി ലഞ്ച് കഴിക്കാൻ പോവാണ്. താഴത്ത് നല്ല ടി വിയുടെ ശബ്ദമാണ്. അപ്പോൾ താഴത്ത് ഇന്ന് എനിക്കിങ്ങനെ സംസാരിച്ച് വീഡിയോ എടുക്കൽ വളരെ പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഇപ്പം തന്നെ ഒരു ഇൻട്രോ കൊടുത്തിട്ട് ഫുഡിൻ്റെ കാര്യം കാണിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ലഞ്ചിന് ചോറ്, അച്ചിങ്ങ, അച്ചാറ്, ഡക്ക് റോസ്റ്റ്, ബീഫും ചിക്കനും, ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ ലഞ്ചിൻ്റെ കറികൾ. അപ്പോൾ കുറച്ച് മോരുകറി ഒഴിച്ച് കുഴച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഇത്രയും കുക്കിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴുള്ള കിട്ടുന്നൊരു സന്തോഷമില്ലേ, ഇത്രയും അധ്വാനിച്ച് ഞാൻ ചെയ്തല്ലോ എന്നുള്ള രീതിയിൽ. ഞാൻ മാത്രമല്ല കേട്ടോ, സിസ്റ്ററും കൂടിയുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ അച്ചിങ്ങ കൂട്ടി കഴിച്ച്, പിന്നെ ബീഫ്, പിന്നെ നമ്മുടെ ഡക്ക് റോസ്റ്റും ചിക്കൻ കറിയും കൂട്ടി അങ്ങ് കഴിച്ചു. അടിപൊളിയായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ കഴിക്കുന്നത് ഞാൻ ശരിക്കും എനിക്ക് ആ വീഡിയോയിൽ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര ശബ്ദം, പറഞ്ഞാലും ഒന്നും കേൾക്കില്ല, ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ലഞ്ച്. ഹോപ്പ് എല്ലാവരുടെയും ഈസ്റ്റർ അടിപൊളിയായിട്ട് പോയിന്ന്. അപ്പോൾ എല്ലാവരും സൂപ്പറായിട്ട് ഫുഡൊക്കെ കഴിച്ച് വയറ് നിറച്ചൊക്കെ ഇരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി അടുത്ത പുതിയ വ്ളോഗിലൊക്കെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ, ഹാപ്പി വീക്കെൻഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.